ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന മാത്സ് ചാപ്റ്റർ ആണ്. അതിലെ എക്സസൈസ് 8.2ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Sin 2a is equal to 2 sin a is true when a equal to 0 degree, 30 degree, 45 degree, 60 degree. ഈ sin 2യുടെ വാല്യൂവും 2 സൈനയുടെ വാല്യൂ ഈക്വൽ ആകണമെങ്കിൽ എ എന്ന് പറയുന്ന ഈ ആംഗിളിന് 0 ഡിഗ്രി കൊടുക്കണോ, അതോ 30 ഡിഗ്രി ആണോ, അതോ 45 ഡിഗ്രി ആണോ, അതോ 60 ഡിഗ്രി ആണോ, ഏത് ചൂസ് ചെയ്യുമ്പോഴാണ് ഇവിടെ കിട്ടുന്ന ആൻസർ തന്നെ ഇവിടെയും കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ആൻസർ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ കൂടെ വേണം. ഓപ്ഷൻ ചൂസ് ചെയ്താൽ മാത്രം പോരാ, അത് ജസ്റ്റിഫൈ ചെയ്യാൻ കൂടെ വേണം. അപ്പൊ നമുക്ക് ആദ്യം 0 ഡിഗ്രി വെച്ച് ചെയ്തു നോക്കാം. 0 ഡിഗ്രിയുടെ വാല്യൂ ആംഗിൾ ആണ് എടുക്കുന്നത്. അപ്പൊ 0 ഡിഗ്രി വരുന്ന ആംഗിള് ഫസ്റ്റത്തെ ആംഗിൾ 90 ഡിഗ്രി, 90 ഡിഗ്രി ഈസ്റ്റ് 0 ഡിഗ്രി, ഇങ്ങനെ വരുന്നതാണ് 0 ഡിഗ്രി ട്രയാങ്കിളിന്റെ ആംഗിളുകൾ. ആ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, രണ്ടാമത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, മൂന്നാമത്തെ ആംഗിൾ വന്നിട്ട് എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടേത് 1, അടുത്ത 90 ഡിഗ്രിയുടെയും 1, 0 ഡിഗ്രിയുടേത് 0 ആയിരിക്കും. റേഷ്യോ ഈസ് 0. അപ്പൊ നമുക്ക് ഇതിന്റെ ഫിഗർ വന്നിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു സൈഡ്, ഇത് വന്നിട്ട് രണ്ടാമത്തെ സൈഡ്, ഈ യെല്ലോ കളർ ലൈൻ വന്നിട്ട് സെക്കൻഡ് സൈഡ്. അപ്പോൾ ഞാൻ ഇതിന്റെ ആംഗിൾ എക്ക് വന്നിട്ട് ഇവിടെ ഞാൻ എ കൊടുക്കുകയാണ്, ഇവിടുത്തെ സൈഡിന് ബി കൊടുക്കുകയാണ്, ഇവിടുത്തെ സൈഡിന് സി കൊടുക്കുകയാണ്. അതായത് ഈ ലൈന് എ ബി, ഈ ലൈൻ എ സി, ഇവിടുത്തെ ലൈന് ബി സി. ഈ ബി സിക്ക് ലെങ്ത് ഇല്ല, കാരണം ഈ ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. 0 ഡിഗ്രി ആകുമ്പോൾ ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് ഇവിടുത്തെ മെഷർമെന്റ് എന്ന് പറയുന്നത് 0 മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടുത്തെ മെഷർമെന്റ് 1 ആണ്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 90 ഡിഗ്രിയുടേത് 1 ആണ് റേഷ്യോ. അപ്പൊ ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് റേഷ്യോ 1. ഇതും സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇതും 90 ഡിഗ്രി ആണ്. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് മെഷർമെന്റ് 1 ആയിരിക്കും. അപ്പോൾ 1:1:0 എന്ന് പറയുന്ന 90:90:0 ഡിഗ്രിയുടെ റേഷ്യോ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമുക്കറിയേണ്ടത് 0 ഡിഗ്രി കൊടുത്താണ് ആംഗിൾ എ ഈക്വൽ ടു 0 ഡിഗ്രി. ഇഫ് ആംഗിൾ എ ഈക്വൽ ടു 0 ഡിഗ്രി വന്നാൽ സൈൻ എ എത്രയാണെന്ന് അത് നോക്കണം. രണ്ടിടത്തും ഇവിടെ എന്തുണ്ട്? സൈൻ എ ഉണ്ട്. അപ്പൊ സൈൻ എ ഈക്വൽ ടു, സൈനിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. ഈക്വൽ ടു ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ സൈൻ 0 ഡിഗ്രി ഈക്വൽ ടു എയുടെ ഓപ്പോസിറ്റ്, അതായത് 0 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്, 0 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ബി സി. ദാറ്റ് ഈസ് ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് ഇതും സെയിം ആണ്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിൽ ഹൈപ്പോട്ടേനസ് ആയിട്ട് എടുക്കാം. എ ബി വേണമെങ്കിൽ ഹൈപ്പോട്ടേനസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എ സി വേണമെങ്കിൽ ഹൈപ്പോട്ടേനസ് ആയിട്ട് എടുക്കാം. ഞാൻ എ ബി ഹൈപ്പോട്ടേനസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ സൈൻ 0 ഡിഗ്രി ഈക്വൽ ടു ബി സി. ബി സിയുടെ നീളം എത്രയാണ്? 0. എ ബിയുടെ നീളം എത്രയാണ്? 1. അപ്പൊ 0/1 എന്ന് വെച്ചാൽ ആൻസർ എത്രയാണ്? 0. അപ്പൊ സൈൻ 0 ഡിഗ്രിയുടെ മെഷർമെന്റ് എത്രയാണ്? 0 ഡിഗ്രി. 0. അപ്പൊ നിങ്ങൾക്ക് ടേബിൾ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, സൈൻ 0 കോസ് 0 എത്രയാണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. അത് കാണാതെ പഠിക്കുക. അഥവാ പഠിച്ചത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് റേഷ്യോ ഇട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും, മറന്നുപോയിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ സൈൻ 0 ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. ഈ വാല്യൂ എടുത്ത് നമുക്ക് സൈൻ എക്ക് 0 ഡിഗ്രി വന്നാലുള്ള വാല്യൂ ഇതാണെന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. അപ്പൊ സൈൻ 2a ഈക്വൽ ടു 2 സൈൻ എ അല്ലെ. അപ്പോൾ സൈൻ 2a, സൈൻ 2 ഇൻറ്റു എ എത്രയാണ്? എയുടെ വാല്യൂ 0 ഡിഗ്രി ഈക്വൽ ടു 2 സൈൻ എ എത്രയാണ്? 0 ഡിഗ്രി. ഇപ്പൊ 0 ഇൻറ്റു 2 എന്താണ്? ഒരു നമ്പറിനെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മൾട്ടിപ്പിൾ ചെയ്ത ആൻസർ ഈ 0 അല്ലെ. 0 കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. അപ്പം സൈൻ 2 ഇൻറ്റു 0 0 ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ 0. സൈൻ 0യുടെ വാല്യൂ എത്ര കിട്ടി? സൈൻ 0 ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ സൈൻ 0യുടെ ആൻസർ എന്താണ്? 0. അപ്പൊ 2 ഇൻറ്റു സൈൻ 0 എന്ന് പറയുന്നത് 0.
സൈൻ സീറോ എന്ന് പറയുന്നത് ഇവിടെ എത്രയായി മാറും? സീറോ ആണ് അല്ലെ? സൈൻ 0 ഡിഗ്രി എന്ന് പറയുന്നത് സീറോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താവും? സീറോ ആവും. 2 ഇൻറ്റു സീറോ, ഒരു നമ്പറിനെ സീറോ കൊണ്ട് ഇൻറ്റു ചെയ്ത ആൻസർ ഈസ് സീറോ. ഇവിടെ എന്താണ്? രണ്ട് സൈഡും സെയിം വാല്യൂ കിട്ടി അല്ലെ? അപ്പൊ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് സൈൻ 2a ഈസിക്കൽ ടു 2 സൈൻ എ ആവുന്നത്? 0 ഡിഗ്രി. എക്ക് എന്ത് കൊടുക്കുമ്പോഴാണ്? എക്ക് 0 ഡിഗ്രി കൊടുത്താലാണ് ഇവിടെ കിട്ടുന്ന അതേ ആൻസർ തന്നെ ഇവിടെയും കിട്ടുകയുള്ളൂ. നിങ്ങൾ ഇനി 30 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 30 ഡിഗ്രി ആയിരിക്കില്ല, 2 ഇൻറ്റു 30. 2 ഇൻറ്റു 30 എന്ന് വെച്ചാൽ 60 ആവും. അപ്പൊ സൈൻ 60. അപ്പൊ സൈൻ 60യുടെ വാല്യൂ വേറെയാണ്, സൈൻ 30യുടെ വാല്യൂ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 3 ആംഗിൾ നിങ്ങൾ കൊടുത്താലും ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടത്തില്ല. ഈ 0 ഡിഗ്രിക്ക് മാത്രമേ ഈ രണ്ട് വാല്യൂവും സെയിം ആയിട്ട് കിട്ടത്തുള്ളൂ. ഉണ്ടോ? 0 ഈക്വൽ ടു 0 എന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഉറപ്പിക്കാം, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 13 45 60 ഒക്കെ ഇട്ട് നോക്കാം, ചെയ്തു നോക്കാം. ചെയ്താലും ആൻസർ ഈക്വൽ ആവില്ല. ഇവിടെ കിട്ടുന്ന വാല്യൂ ആയിരിക്കില്ല ഇവിടെ കിട്ടുന്നത്. 0 ഡിഗ്രി കൊടുക്കുമ്പോൾ മാത്രമാണ് രണ്ട് സൈഡിലും LHS ഉം RHS ഉം എന്താവത്തുള്ളൂ? ഈക്വൽ ആവത്തുള്ളൂ. അപ്പം ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തേർഡ്, ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 2 tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രി. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കോസ് 60 ഡിഗ്രി ആണോ, സൈൻ 60 ഡിഗ്രി ആണോ, ടാൻ 60 ഡിഗ്രി ആണോ, അതോ സൈൻ 30 ഡിഗ്രി ആണോ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്കുള്ളത് 30 ഡിഗ്രി ആണ് അല്ലെ? ആംഗിൾ എത്രയാണ് നടക്കുന്നത്? 30 ഡിഗ്രി. 30 ഡിഗ്രി റേഷ്യോ വരുന്ന ആംഗിൾ ഏതാണ്? 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടേത് 1, 60 ഡിഗ്രിയുടെ √3, 90 ഡിഗ്രിയുടേത് 2. ഇത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചോണം. എന്നിട്ട് എന്താണ്, നമുക്ക് ജസ്റ്റ് ഒന്നൊരു ട്രയാങ്കിൾ വരയ്ക്കാം. 90, 60, 30. ഈ ട്രയാങ്കിൾ വരയ്ക്കുക. വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? 30യുടെ റേഷ്യോ 1 ആയതുകൊണ്ട് 30യുടെ നേരെ ഓപ്പോസിറ്റിൽ 1 ഇട്ട് കൊടുക്കുക. 60യുടെ √3 ആയതുകൊണ്ട് 60യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന് √3 കൊടുക്കുക. 90യുടേത് 2 ആയതുകൊണ്ട് 90യുടെ നേരെ ഓപ്പോസിറ്റിൽ 2 കൊടുക്കുക. നമുക്ക് വേണ്ടത് ടാൻ 30 ആണ്. ടാൻ 30 കണ്ടുപിടിക്കാം. ടാൻ 30 ഡിഗ്രിയുടെ ഡെഫിനിഷൻ, ടാനിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ആരുടെ ഓപ്പോസിറ്റ്? 30യുടെ ഓപ്പോസിറ്റ്. 30യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 30യുടെ അഡ്ജസൻറ്റ് സൈഡ്, 30യുടെ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്. ഇത് ഹൈപ്പോട്ടനസ് ആണ്. സോ 30യുടെ തൊട്ടടുത്തുള്ള സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, അടുത്തുള്ള സൈഡ് എന്നാണ് അതിന്റെ മീനിങ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് √3 ആണ്. അപ്പൊ ടാൻ 30 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വാല്യൂവിനെ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എല്ലാം ടാൻ 30 ഉണ്ട്, അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എഴുതാണ്. 2 tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 30 ഡിഗ്രി. ഈ സ്ക്വയറിനെ നമുക്ക് ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. ടാൻ 30 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ. അതായത് ടാൻ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ ഹോൾ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. ഇസിക്കൽ ടു 2 ഇൻറ്റു ടാൻ 30യുടെ വാല്യൂ എത്രയാണ്? ടാൻ 30യുടെ വാല്യൂ ആണ് 1/√3. അതെടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 30. ടാൻ 30 എത്രയാണ്? 1/√3. 1/√3. പിന്നെ എന്തുണ്ട്? ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു, ഇതെന്താണ്? 2 കൊണ്ട് നമ്മൾ ഇതിലെ ന്യൂമറേറ്ററിനെ വേണം ഇൻറ്റു ചെയ്യാൻ കേട്ടോ. ഇതൊരു നമ്പർ, ഇതൊരു ഫ്രാക്ഷൻ ആണെങ്കിൽ, ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും തമ്മിൽ ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ ആ നമ്പറും ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും തമ്മിൽ വേണം ഇൻറ്റു ചെയ്യാൻ. അപ്പം 2 ഇൻറ്റു 1 എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ √3 ഡിവൈഡഡ് ബൈ 1 മൈനസ്, ഇതിന് മീനിങ് എന്താണ്? എ ബൈ ബി ദ ഹോൾ സ്ക്വയർ. ആ ഫോമിലല്ലേ എഴുതിയിരിക്കുന്ന എ ബൈ ബി ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എയുടെയും സ്ക്വയർ കാണണം, ഈ ബിയുടെയും സ്ക്വയർ ആണ്. അതാണ് മീനിങ്. ഈ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എയുടെയും സ്ക്വയർ കാണുക, ബിയുടെയും സ്ക്വയർ ആണ്. അപ്പൊ ഇത് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഈ 1ന്റെയും സ്ക്വയർ കാണണം, √3യുടെയും സ്ക്വയർ കാണണം. ഇസിക്കൽ ടു 2/√3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1ന്റെ സ്ക്വയർ. 1 സ്ക്വയർ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? 1 ഇൻറ്റു 1 എന്നാണ്. സ്ക്വയർ എന്ന് വെച്ചാൽ ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുക. 1 ഇൻറ്റു 1 എത്രയാണ്? 1 ആണ്.
ഡിവൈഡഡ് ബൈ √3യുടെ സ്ക്വയർ. √3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ √3 ഇൻറ്റു √3. √3 കൊണ്ട് ഇൻറ്റു ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, റൂട്ട് ഓഫ് ഈ 3യും 3യും ഇൻറ്റു ചെയ്യുക. 3 × 3 ഇസിക്കൽ ടു റൂട്ട് ഓഫ് 3 × 3 എത്രയാണ് 9. 9ന്റെ റൂട്ട് എത്രയാണ് 3. എന്തുകൊണ്ടാണ് 3യുടെ സ്ക്വയർ ആണ് 9. 3യുടെ സ്ക്വയർ ആണ് 9 എങ്കിൽ 9ന്റെ റൂട്ട് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ √3യുടെ സ്ക്വയർ എന്താണ് ആൻസർ 3 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ എഴുതി, √3യുടെ സ്ക്വയർ കണ്ടുപിടിച്ചു 3. സോ ഇവിടെ എന്ത് ഇട്ട് കൊടുക്കണം, 3 ഇട്ട് കൊടുക്കണം. ഇനി 2/√3 ഡിവൈഡഡ് ബൈ ഇതെന്താണ്, ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും തമ്മിൽ മൈനസ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യുക. അപ്പോൾ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഒരു നമ്പറിനെ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇതിനെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിനോമിനേറ്റർ എത്രയാണ് 3 ആണ്. 3 കൊണ്ട് ഈ 1നെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 × 3. അപ്പോൾ 3 കൊണ്ട് ഈ 1നെ ഇൻറ്റു ചെയ്തു. പിന്നെ എന്തുണ്ട്, -1 ഇനി നമുക്ക് ഹോൾ ഡിവൈഡ് എഴുതാൻ പറ്റും. ഹോൾ ഡിവൈഡഡ് ബൈ 3 എഴുതാൻ പറ്റും. ഡിനോമിനേറ്റർ 3 എഴുതാൻ പറ്റും. അപ്പോൾ ഡിനോമിനേറ്റർ മൊത്തത്തിൽ 3 ആയിട്ട് ഡിനോമിനേറ്റർ എഴുതണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യണം. അത് നമ്മൾ ഇൻറ്റു ചെയ്തു, ഹോൾ ഡിവൈഡഡ് ബൈ 3 എഴുതി. ഇസിക്കൽ ടു 2/√3. ഇതെന്താണ് സിമ്പിൾ ഡിവിഷൻ അല്ലെ, ഡിവൈഡഡ് ബൈ ഇത് ഡിവൈഡഡ് ആണ്. പിന്നെ എന്താണ് ഇതാണുള്ളത്, 3 × 1 3, 3 - 1 2 അല്ലെ, 2/, എന്തുണ്ട് 3 ഉണ്ട്. ഓക്കെ, 1ഉം 3യും ഇൻറ്റു ചെയ്താൽ 3, 3യിൽ നിന്ന് ഈ 1 മൈനസ് ചെയ്താൽ 2. അപ്പോൾ 2 എഴുതി, ഡിവൈഡഡ് ബൈ ഈ 3 എഴുതി. ഈ ഡിവൈഡിന് വരാൻ ഡിവൈഡിന്റെ സിമ്പിൾ ഇട്ടു. ഇവിടെ ഒരു ഫ്രാക്ഷനും വേറൊരു ഫ്രാക്ഷനും തമ്മിൽ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഈ ഒരു ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇതുമായിട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഈ ഫസ്റ്റ് ഫ്രാക്ഷനുമായിട്ട് ഇതിന്റെ സെക്കൻഡ് ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്താൽ ആൻസർ കിട്ടും. വിച്ച് ഇംപ്ലൈസ് 2/√3. അപ്പൊ ഡിവിഷൻ എന്താവും, നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡിവിഷൻ എന്തായി മാറും, മൾട്ടിപ്ലിക്കേഷനായി മാറും, ഇൻറ്റു ആയിട്ട് മാറും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ഡിവൈഡഡ് ബൈ ഈ ന്യൂമറേറ്റർ താഴെ പോകും, ഡിനോമിനേറ്റർ ആവും. കണ്ടോ, 2/3 എന്നുള്ളത് റെസിപ്രോക്കൽ വരുമ്പോൾ 3/2 എന്ന് വരും. എന്നിട്ട് ഇൻറ്റു ചെയ്യണം, ഈ ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കണം. അപ്പൊ ഇവിടെ നോക്കൂ, മുകളിൽ ഒരു 2 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്. ഇത് രണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. അപ്പൊ 2ഉം 2ഉം കട്ടാവും. വിച്ച് ഇംപ്ലൈസ് പിന്നെ എന്തുണ്ട്, 3 ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്, √3 ഉണ്ട്. ഓക്കെ, ഇനി √a എന്ന് പറയുന്നത് √a × √a ആണ്. a എന്ന് പറയുന്നത്, a നമുക്ക് എങ്ങനെ റൂട്ട് വാല്യൂ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ 2 റൂട്ട് വാല്യൂ ആയിട്ട് a സ്പ്ലിറ്റ് ചെയ്യാം. √a × √a. √a × √aയുടെ ആൻസർ ആണ് a. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ എങ്ങനെ കിട്ടും, √a × √a എന്ന് വെച്ചാൽ √a × a ആണ് അല്ലെ, എയും എയും റൂട്ടിനകത്ത് ഇൻറ്റു ചെയ്യുക. ഇസിക്കൽ ടു √a × a എന്ന് വെച്ചാൽ എന്താണ്, a². അപ്പൊ എന്താവും, ഈ സ്ക്വയറും ഈ റൂട്ടും കട്ടായി, പിന്നെ എന്താ ഉള്ളൂ, a മാത്രമേ ഉള്ളൂ. അപ്പം ഈ 3യും ഇതുപോലെ നമുക്ക് എഴുതിക്കൂടെ. 3 എന്ന് പറയുന്നത് എന്താണ്, √3 × √3 ആണ് 3 എന്ന് പറയുന്നത്. എന്തുകൊണ്ട്, √3 × 3 ഇസിക്കൽ ടു √3². 3 × 3 എന്ന് പറയുന്നത് 3². അപ്പൊ ഈ സ്ക്വയറും റൂട്ടും കട്ടായ പിന്നെ എന്തുണ്ട്, 3 മാത്രമേ ഉള്ളൂ. അപ്പൊ 3യെ നമുക്ക് എങ്ങനെ എഴുതാം, √3 × √3. ഇതിന്റെ ഫൈനൽ ആൻസർ എന്ത് തന്നെയാണ്, 3 തന്നെയാണ് ആൻസർ. അപ്പൊ 3യെ നമുക്ക് ഇങ്ങനെ എഴുതാം. √a × √a എഴുതും പോലെ 3യെ നമുക്ക് എന്ത് എഴുതാം, √3 × √3. അങ്ങനെയാണെങ്കിൽ ഈ 3യെ ഞാൻ അതുപോലെ സ്പ്ലിറ്റ് ചെയ്യണം. 3 എന്ന് പറയുന്നത് എന്താണ്, √3 × √3. അപ്പൊ ഞാൻ 3യെ √3 × √3 എന്ന് ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എന്തുണ്ട്, ഡിവിഷൻ √3. ഇപ്പോൾ എന്തുണ്ട്, മുകളിലും ഒരു √3 ഉണ്ട്, താഴെയും ഒരു √3 ഉണ്ട്. അപ്പൊ ഈ 2 √3യെ നമുക്ക് കട്ട് ചെയ്യാം. ഈ √3യും ഈ √3യും പോയാൽ ഇനി ആരേ ഉള്ളൂ, √3. അത് ന്യൂമറേറ്റർ ആണ് അല്ലെ, അതായത് ഈ √3 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇസിക്കൽ ടു √3 എന്ന് മാത്രം നമുക്ക് അവിടെ എഴുതിയാൽ മതി. അപ്പൊ നമ്മുടെ ഈ ഒരു ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് √3 ആണ്. √3 എന്നുള്ളത് ഇവിടെ ഒരിടത്തും ഇല്ല. അപ്പൊ √3യുടെ ഏതോ ഒരു റേഷ്യോ ആണ് ഇത്, സൈൻ 60യോ ടാൻ 60യോ ആരോ ആണ് ഈ √3യുടെ റേഷ്യോ. അത് നമുക്ക് കണ്ടുപിടിക്കാം.
ഈ √3 ആരുടെ റേഷ്യോ നോക്കാൻ പോവുകയാണ്. ഈ ഫിഗറിൽ √3 കിടപ്പുണ്ട് അല്ലേ. √3 വരുന്നത് 16ന്റെ നേരെയും 30ന്റെ അഡ്ജസന്റ് സൈഡായിട്ട് വന്നു അല്ലേ. 16ന്റെ ഓപ്പോസിറ്റ് സൈഡും വരുന്നുണ്ട്, 30യുടെ അഡ്ജസന്റ് സൈഡായിട്ട് √3 വരുന്നത്. നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. tan 60 എടുത്ത് നോക്കാം. ഇവിടെ എന്തുണ്ട്, tan 60 എന്നുള്ളതുണ്ട്. അപ്പൊ tan 60 ഡിഗ്രി എടുത്ത് നോക്കാം. tan എന്ന് വെച്ചാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് സൈഡ്, 16ന്റെ ഓപ്പോസിറ്റ് സൈഡ് √3, 16ന്റെ അഡ്ജസന്റ് സൈഡ് 1. എന്താണ് tan എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ? ടാന്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ആരുടെ ഓപ്പോസിറ്റ് സൈഡ്? 16ന്റെ ഓപ്പോസിറ്റ് സൈഡ്. 16ന്റെ ഓപ്പോസിറ്റ് സൈഡ് √3 ഡിവൈഡഡ് ബൈ 16ന്റെ അഡ്ജസന്റ് സൈഡ്, അത് 1 ആണ്. അതെ, അപ്പൊ ഏതൊരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ ആണ് ആൻസർ. അപ്പൊ ആൻസർ ഈസ് √3 അല്ലെ. √3 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ഈസ് √3. നമുക്ക് ഇവിടെ കിട്ടിയ സൊല്യൂഷൻ √3 ആണ്. അപ്പൊ √3 കിട്ടണമെങ്കിൽ ഏത് റേഷ്യോ എടുക്കണം? tan 60 റേഷ്യോ എടുത്താലേ നമുക്ക് √3 കിട്ടുള്ളൂ. അപ്പൊ ഇതിലുള്ള ഓപ്ഷനിൽ ആരായിരിക്കും കറക്റ്റ്? ഇതാണ് കറക്റ്റ് ആൻസർ. tan 60ന്റെ ആൻസർ ആണ് √3. സോ നമുക്ക് കിട്ടിയ ആൻസർ √3 ആയതുകൊണ്ട് tan 60 is the correct ratio. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ C is the correct answer. ഓക്കെ, നമ്മൾ അത് ജസ്റ്റിഫൈ ചെയ്തു, ഇതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഇനി അടുത്ത നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. താങ്ക് യു.